ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നീരജ് ചോപ്ര പുറത്ത്. അഞ്ചാം ശ്രമവും ഫൗളായതോടെയാണ് നീരജിന് പുറത്തു പോകേണ്ടി വന്നത്. ആദ്യ ശ്രമത്തിൽ ഏറ്റവും മികച്ച ദൂരമായ 84.03 മീറ്റർ എറിഞ്ഞ നീരജ് നാലാം അവസരത്തിൽ 82.86 മീറ്റർ എറിഞ്ഞിരുന്നു. നീരജിൻ്റെ സ്ഥിരം എതിരാളി പാകിസ്ഥാന്റെ അർഷാദ് നദീമും ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ആദ്യ ശ്രമത്തിൽ 86.27 മീറ്റർ എറിഞ്ഞ ഭാരതത്തിൻ്റെ സച്ചിൻ യാദവ് നാലാം സ്ഥാനത്തുണ്ട്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, നീരജായിരുന്നു നമ്മുടെ പ്രതീക്ഷ, പക്ഷേ നീരജിന് നിരാശയാണ് വരുന്നത്. പക്ഷേ നാലാം സ്ഥാനത്ത് നമ്മുടെ ഒരു താരമുണ്ടല്ലോ, പാകിസ്ഥാൻ്റെ താരം കൂടി തോറ്റു, അങ്ങനെ നമുക്ക് ആശ്വസിക്കാം അല്ലേ നിഖിൽ? വിനോദ, നമ്മൾ ഏവരും ഉറ്റുനോക്കിയത് നീരജും അർഷദും തമ്മിലൊരു പോരാട്ടം അത് തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ ഒളിമ്പിക്സിൽ നമ്മളൊക്കെ കണ്ടതാണ്, അവസാന നിമിഷം വരെ പോരാടിയ നീരജും പാകിസ്ഥാന്റെ അർഷദും തമ്മിലൊരു പോരാട്ടം. അത്തരത്തിലൊരു ഫൈനൽ പോരാട്ടം തന്നെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്നിരുന്നാലും രണ്ട് താരങ്ങളും പുറത്താവുന്ന ഒരു കാഴ്ച. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ച് അഭിമാനമായ മറ്റൊരു കാര്യമുണ്ട്. നാലാം സ്ഥാനത്തേക്ക് സച്ചിൻ യാദവ് എന്ന യുവതാരം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏറെ അഭിമാനമുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്തായാലും നീരജിന്റെ ആ ഒരു പുറത്താക്കൽ അത് ഏവരെയും ഞെട്ടിക്കുന്നൊരു കാഴ്ച തന്നെയാണ്. കാരണം നീരജ് ഇന്ന് സ്വർണം നേടുന്നതാണ് നമ്മളൊക്കെ കാത്തിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. പകരം സച്ചിൻ യാദവ് എന്നൊരു പുതിയ താരം നാലാം സ്ഥാനത്തേക്ക് എത്തുന്നൊരു കാഴ്ച എന്തായാലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 88.16 എറിഞ്ഞ യശോം വാൽക്കോട്ടാണ് ഒന്നാം സ്ഥാനത്തേക്ക് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ സച്ചിൻ യാദവ് 86.27 മീറ്റർ എറിഞ്ഞുകൊണ്ട് ആണ് നാലാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് എന്ന് പറയാൻ സാധിക്കും. ഒപ്പം ഈ നീരജിലേക്ക് വന്നു കഴിഞ്ഞാൽ നീരജ് 84.03 മീറ്റർ എറിഞ്ഞുകൊണ്ടാണ് എന്തായാലും 8ാം സ്ഥാനത്താണ് നീരജ് ഫിനിഷ് ചെയ്തതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അർഷാദ് നദീം ആണെങ്കിൽ 82.75 മീറ്റർ എറിഞ്ഞുകൊണ്ട് 10ാം സ്ഥാനത്താണ് അർഷാദ് നദീം എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നാലാം സ്ഥാനത്തേക്ക് സച്ചിൻ യാദവ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർക്കും പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ ഒരു ഈ നീരജിന്റെ പുറത്താകലിലും ഒരു അഭിമാന കാര്യം അത് തന്നെയാണ് വിനോദ. തീർച്ചയായും ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് നീരജ് ചോപ്ര പുറത്തു പോകുന്നത്. പാകിസ്ഥാന്റെ താരവും എതിരാളിയുമായ പാകിസ്ഥാന്റെ താരവും പുറത്തു പോകുന്നു. പക്ഷേ ഭാരതത്തിന് പ്രതീക്ഷയുണ്ട്. നാലാം സ്ഥാനത്ത് സച്ചിൻ യാദവ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ.